ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ആരും അധികം ഉപയോഗിക്കാത്തൊരു സാധനം വെച്ചിട്ട് ഇടയ്ക്ക് ഒരു പണി കിട്ടുന്നുണ്ടായിരുന്നു. നമ്മളെ വായിൻ്റെ ആ മറ്റേ പൂവുണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിൽ നമ്മളെ സൈഡിലുണ്ടാവണ പൂവളതിൽ ഈ വീഡിയോയിൽ കാണുന്ന ഈ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് എന്താക്കുക, മറ്റേ വാഴക്കൂമ്പിൻ്റെ കൂടെ അതും കൂടി അരിഞ്ഞെടുക്കുക. അതിലേക്ക് നമ്മൾ പരിപ്പ് വടക്ക് എന്തൊക്കെയാണോ ചേർക്കുന്നത് അത് മൊത്തം ചേർത്തിട്ട് അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ പരിപ്പ് വടക്ക് പരിപ്പ് വെള്ളത്തിലിട്ടതിന് ശേഷം അതിലേക്ക് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇങ്ങനെ കരിഞ്ഞിടും. അതേപോലെ കരിഞ്ഞിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടതിൻ്റെ ശേഷം എന്താക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഇതിൽ ടേസ്റ്റ് വ്യത്യാസമായിട്ടാണ് എനിക്ക് തോന്നിയത്. പൊതുവേ പേഴ്സണലി പരിപ്പോടെ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കാരണം ആ പൂവിൻ്റെ ആ വാഴക്കൂമ്പിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ട് നമ്മളിതിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വാഴക്കൂമ്പ് ഫുള്ളൊന്നും നമുക്കിതിലേക്ക് ആവശ്യം ഉണ്ടാവില്ല. കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ കാണുന്ന അളവിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൂവ് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി പൂവ് കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് പൊക്കോട ഉണ്ടാക്കി നോക്കിയാലോ വിചാരിച്ച്. അപ്പോൾ ആ പൂവിലേക്ക് എന്താക്കി കുറച്ച് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, മല്ലിയിലൊക്കെ ഇട്ടിട്ട് കുറച്ച് മൈദപ്പൊടിയും കടലമാവും ഇത്തിരി അരിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് പൊക്കുവടയും ചുട്ടിട്ടോ. പേഴ്സണലി ഈ കാര്യം പറയാം, പൊക്കുവടയൊക്കെ ഒന്നുകൂടി ഇഷ്ടമായി. പക്ഷേ പരിപ്പൊടി മോശമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണയുള്ള പരിപ്പൊടിയെക്കാളും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയാം.